തൊഴിൽ ചട്ടങ്ങളിൽ രോഷാഗ്നി എന്ന് മാതൃഭൂമി നൽകിയിരിക്കുന്ന തലക്കെട്ട് അതാണ്. അതായത് ഈ 26-ന് ഈ വരുന്ന 26-ന് രാജ്യവ്യാപക പ്രക്ഷോഭം നടത്തും. ഗ്രാമങ്ങളിൽ തൊഴിൽ ചട്ടങ്ങൾ പുതുക്കിയ നമ്മൾ ഈ പറഞ്ഞ ഈ അമെൻഡ് ചെയ്ത ഈ ചട്ടങ്ങൾ കത്തിക്കുമെന്ന് അഖിലേന്ത്യാ കിസാൻ സഭ പറയുന്നു. കാരണം തൊഴിൽ കോഡുകൾ നടപ്പാക്കുന്നതിന് മുൻപും ശേഷമുള്ള സാഹചര്യം എന്താണ് എന്നുള്ളത് സംബന്ധിച്ചും മാതൃഭൂമി ഇന്ന് ഒന്നാം പേജിൽ അത് വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്നു. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നത് ഇന്നലെ മലയാള മനോരമ വളരെ വിശദമായി ഈ വാർത്ത നല്ല രീതിയിൽ തന്നെ പ്ലേസ് ചെയ്യുകയും ഉൾപേജിൽ വളരെ വിശദമായി ഈ എന്താണ് ഇതിൻ്റെ നിയമപ്രാബല്യത്തിൽ വരുന്ന രീതിയും ഒപ്പം ഏതൊക്കെ തരത്തിൽ അത് ട്രേഡ് യൂണിയൻ അല്ലെങ്കിൽ തൊഴിലാളി യൂണിയനുകൾ പ്രതിഷേധങ്ങൾ ഒപ്പം കൂട്ടപ്പിരിച്ചുവിടലിൻ്റെ സാധ്യത ഇങ്ങനെ നിരവധി പ്രശ്നങ്ങൾ അതിൽ നിലനിന്നിരുന്നു. ഇത് വളരെ വിശദമായി കൊടുത്തിരിക്കുന്നു. ഇന്നാണ് മാതൃഭൂമി അത് കൂടുതൽ വിശദമായ രീതിയിലേക്ക് അവതരിപ്പിച്ചിരിക്കുന്നത്. ഉൾപേജിൽ തൊഴിൽ ചട്ടങ്ങൾക്കെതിരെ പ്രതിപക്ഷം കടുത്ത ആശങ്ക, പ്രതിഷേധിക്കാനുള്ള അവകാശത്തിൽ നിയന്ത്രണം, സമരങ്ങൾക്കും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങൾക്കും നിയന്ത്രണം എന്ന് പറഞ്ഞുകൊണ്ട് അത് ഉൾപേജിൽ വളരെ നല്ല രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഈ വാർത്ത അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിരവധി പ്രധാനപ്പെട്ട തലക്കെട്ടുകളിലേക്ക് ഈ വിഷയം വന്നിരിക്കുന്നെന്ന് ദേശാഭിമാനി അടക്കം നൽകിയിട്ടുണ്ട്. ഞാൻ ആ വാർത്തകളിലേക്ക് അല്ലെങ്കിൽ മറ്റ് പത്രങ്ങൾ അത് എങ്ങനെ നൽകിയിരിക്കുന്നു എന്നതിലേക്ക് വരാം. അതിനു മുമ്പ് ഒന്നാം പേജിൽ മാതൃഭൂമി ഏതായാലും തൊഴിൽ ചട്ടത്തിൽ തന്നെ നൽകി. ഒപ്പം 10 മാസം സീബ്ര ലൈനിൽ അപകടത്തിൽ മരിച്ചവർ 218 എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാം പേജിൽ മറ്റൊരു വാർത്തയുണ്ട്. ചോരക്കളമായി സീബ്ര വരകൾ, ബോധവൽക്കരണവും പരിശോധനയും ഉറക്കി നടക്കുമ്പോഴും സംസ്ഥാനത്ത് വാഹനാപകടം കൂടുകയാണെന്നാണ്. അതിൻ്റെ ഒരു കണക്ക് അവതരിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്ത് ഈ അപകടങ്ങൾ മരിക്കുന്ന കാൽനട യാത്രക്കാരുടെ എണ്ണം ആശങ്കാജനകമായി കൂടുന്നു എന്നുള്ളതാണ്. അതായത് സീബ്ര ലൈനിൽ വണ്ടിയിടിച്ച് മരിക്കുന്നവരുടെ എണ്ണം വലിയ രീതിയിലേക്ക് കൂടിയിരിക്കുന്നു. അത് അതിനകത്തൊരു വലിയ ആശങ്കയുണ്ട് എന്ന തരത്തിലേക്ക് ഏതായാലും ആ വാർത്തയെ അവതരിപ്പിച്ചിരിക്കുന്നു. ഒപ്പം